മഹാക്ഷേത്ര സമാനമായ ഈ ഉച്ചവലിക്കളത്തിലേക്ക് ദേവി പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗർഭഗൃഹത്തിന് ചുറ്റും, അതായത് ശ്രീകോവിലിന് ചുറ്റും ഉള്ള ഉപദേവതമാർക്ക് അഗ്നിയും ജലവും ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നു. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, വറപ്പൊടി എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഈ ആദ്യം നിലത്തേക്കും പിന്നീട് ആകാശത്തേക്കും വിതറുന്ന ഈ കാഴ്ച വളരെയധികം കാണികൾക്ക് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഇനി പറയാനുള്ളത് കവളാചാരത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ഇനിയുള്ള എപ്പിസോഡുകളിൽ പറയാം. പക്ഷേ ഈ യാത്രയുടെ മധ്യേ ഇതേക്കുറിച്ച്, തിരുമുൽ കാഴ്ചയെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിട്ട് ഞാൻ കാണുന്നു.